ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഡേനെ എങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു മാസത്തെ നവംബർ എന്ന മാസത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ സ്കെഡ്യൂളാണ്. ഇത് ഏകദേശം 4th തൊട്ടിട്ട് 25th വരെ നീളുന്ന ഒരു സ്കെഡ്യൂളാണ്. ഓരോ വീക്കിലും ഓരോ ദിവസവും ഞാൻ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്, ഏതൊക്കെ എനിക്ക് പെൻഡിങ് ടോപ്പിക്കുകളുണ്ട്, ഏതൊക്കെ റിവൈസ് ചെയ്യണം എന്നെല്ലാം ഞാൻ നല്ല പക്കയായിട്ട് ഇതിൽ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 4th പീരീഡ്സ് ആയി. അപ്പോൾ ആഫ്റ്റർനൂൺ സെക്ഷൻ വരെയും എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പീരീഡ്സിൻ്റെ ഡേറ്റൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് അതനുസരിച്ച് സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്തുകൂടെ എന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ പീരീഡ്സ് എന്ന് പറയുന്നത് ചിലത് പെയിൻഫുൾ ആണ്, ചിലത് പെയിൻഫുൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇത്തവണത്തത് നവംബർ മാസത്തിൽ അത് കുറച്ച് പെയിൻഫുള്ളായി. അങ്ങനെയാണ് ആ ഒരു സ്കെഡ്യൂളിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതും അങ്ങനെ ഒരു ഡിലേ വന്നത്. അപ്പോൾ റിയാക്ഷൻ മെക്കാനിസം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചവരെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളും എനിക്കിപ്പോൾ പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുമ്പോൾ കാണണം. അപ്പോൾ ഉച്ചയ്ക്ക് റെക്കോർഡഡ് ക്ലാസ് വന്നു, കറണ്ട് ഇലക്ട്രിസിറ്റി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലെക്ചർ കാണുവാണ്, റെക്കോർഡഡ് സെഷനാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലെക്ചർ അതിൻ്റെ കൂടെ എഴുതി പോവുകയാണ് ചെയ്യാറ്. ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ലെക്ചർ എഴുതി പോകാറുണ്ട്. ക്ലാസ്സിനോടൊപ്പം പേപ്പർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നോട്ട്ബുക്കിനേക്കാളും വൈറ്റ് പേപ്പറിൽ ഞാൻ ലെക്ചർ നോട്ട് എഴുതി പോവാറുണ്ട്. അപ്പോൾ എടുത്ത് പഠിക്കാനായാലും എനിക്ക് കുറച്ചുകൂടെ എളുപ്പം അതാണ്. അത് കഴിഞ്ഞ വർഷം ഓഫ്ലൈൻ ആയിരുന്നപ്പോൾ കൂടുതൽ സെൻറ്ററിൽ നിന്ന് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ശീലിച്ചതാണ്. ഇപ്പോൾ എനിക്ക് പേപ്പറാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പണ്ട് നോട്ട്ബുക്കുകളാണ് ഞാൻ +2 വരെയും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റിപ്പീറ്റിന് പോയതിനു ശേഷം പേപ്പറാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ പേപ്പറിൽ ലെക്ചർ നോട്ട് എഴുതി പോവും. ബയോളജി ഇങ്ങനെ ലെക്ചർ എടുക്കാറില്ല. ജെനറ്റിക്സ് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ ജെനറ്റിക്സ് ഞാൻ എഴുതിയെടുക്കാറുണ്ട്. അല്ലാതെ ഉള്ള ബയോളജി ചാപ്റ്റേഴ്സ് ലെക്ചർ കണ്ട് അതിൻ്റെ കൂടെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് NCERT വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ പറയുവാണെങ്കിലോ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ പറയുവാണെങ്കിലോ സൈഡിൽ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ പേപ്പർ കട്ടിങ്സ് ഉപയോഗിച്ച് അതിൽ എഴുതി പോവുകയാണ് ചെയ്യാറ്. എനിക്ക് ലെക്ചർ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഒരു വിധമൊക്കെ ആയപ്പോഴും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം എൻ്റെ ഡ്രീമിന് വേണ്ടി എൻ്റെ പെയിനും ഒരു സൈഡിലോട്ട് നിർത്തി ഞാൻ വീണ്ടും എഫേർട്ട് ഇടുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സെൽഫ് റെസ്പെക്റ്റും എനിക്ക് തോന്നി. പിന്നെ ആ ഒരു സെഷന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. അതിനുശേഷം ഞാൻ എടുത്തത് നോമൻക്ലേച്ചറാണ്, നെയിമിങ്. അതൊന്ന് റിവൈസ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു തവണ വീക്ക്ലി എക്സാം കഴിഞ്ഞതാണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് വന്നാൽ മതിയാവും. അപ്പോൾ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. ഇത്തവണ ഇതൊന്നും കൂടെ എക്സാമിന് ഇടുവാണ്. ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ തന്നെ ഒരു റഫ് പേപ്പർ എടുത്ത് അതിൽ റഫായിട്ട് നോട്ട് എഴുതി പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ടോപ്പ് സ്റ്റുഡൻസിൽ നിന്ന് അവർ പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. ഇങ്ങനെ നോട്ട് സൈഡിൽ ഇങ്ങനെ റഫായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് റഫായിട്ട് എഴുതി പോകാവുന്നത് നല്ലതായിരിക്കും, എഫക്റ്റീവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ടോപ്പർമാരിൽ നിന്നൊക്കെ ഞാൻ കേൾക്കുന്ന അങ്ങനത്തെ കുറച്ച് ടിപ്പുകളൊക്കെ ഞാൻ എൻ്റെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതിൽ ഞാൻ നല്ല മാറ്റം കാണുന്നുണ്ട്. എൻ്റെ സ്റ്റഡീസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ് എനിക്കും ഇപ്പോൾ അതങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ടിപ്പുകൾ ഞാൻ മുതിർന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റുഡൻസിൽ നിന്നോ നീറ്റ് ക്രാക്ക് ചെയ്ത് പോയവരിൽ നിന്നോ അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടിട്ടൊക്കെ കിട്ടുന്ന ടിപ്പുകൾ ഞാൻ എൻ്റെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്താറുണ്ട്. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ എന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല മാറ്റം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ കുറച്ച് പായസം കൊണ്ടുവന്നായിരുന്നു. അടപ്രഥമനാണ് തന്നത്. നമ്മൾ ട്രിവാൻഡ്രംകാര് അടപ്രഥമൻ എന്നാണ് പറയാറ്. നിങ്ങൾ എങ്ങനെയാണ് പറയാറ്? ഇവിടെ അടപ്രഥമൻ എന്നാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്ക്. അപ്പോൾ അത് കുടിച്ചു. ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടത്തെ ഇങ്ങനത്തെ ഉള്ള കോഫിയോ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സോ ഇങ്ങനത്തെ പായസമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും. വലിയ സ്നാക്സ് ഒന്നും കഴിക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ പോണതുപോലെ തോന്നും. നിങ്ങളെങ്ങനെയാണ്? ഞാൻ അങ്ങനെയാണ് പ്രിഫർ ചെയ്യാറ്. വലിയതായിട്ടുള്ള സ്നാക്സോ അങ്ങനെയൊന്നും കഴിക്കാറില്ല. കോൾഡ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കുഞ്ഞ് കോഫിയോ ഒക്കെ ആണെങ്കിൽ ഒരു സിപ്പെടുത്ത് പഠിക്കാറുണ്ട്. കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാറുണ്ട് സ്റ്റഡീസ്. അപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ടും ഇരിക്കാൻ പറ്റും. സ്നാക്സ് ഒന്നും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീക്ക്ലി എക്സാംസിൻ്റെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കി.
ഇത് വീക്കിലി എക്സാംസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ റിപ്പീറ്റർ കോഴ്സിൻ്റെ തുടക്കത്തിൽ 120 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ വീക്കിലി എക്സാംസ് നമുക്ക് തരിക. അതിൽ ഫിസിക്സിൽ 30 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. പിന്നീടാണ് 180 ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അതിൽ കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചർ എന്ന് വരുന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 30 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. 30 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഞാൻ ഒരു 30 to 40 മിനിറ്റ്സോളം എടുത്താണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. ഞാൻ ഇപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ള് ചെയ്തിട്ടല്ല സൊല്യൂഷൻ നോക്കാറ്. ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം സൊല്യൂഷൻ നോക്കും. അപ്പം അത് തെറ്റിയോ ശരിയായോ എന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഇപ്പോൾ തെറ്റുവാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ എടുത്ത് ഒന്ന് റിവൈസ് ചെയ്യുന്നു. തെറ്റാൻ എന്താണ് കാരണം, റീസൺ എന്താണ് എന്ന് ഒന്ന് നല്ലതുപോലെ നോക്കും. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കത് കൂടുതൽ എഫക്റ്റീവാണ്. കാരണം ഒരു തെറ്റ് പറ്റുവാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് പോകാമല്ലോ. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തത് ബയോളജിയാണ്, ജെനറ്റിക്സ്. അതിൻ്റെ ലെക്ചറും കാണാനുണ്ടായിരുന്നു, അപ്പോൾ അത് കാണണം. അതിനോടൊപ്പം NCERT ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ കൂടെ റീഡ് ചെയ്ത് പോയി ലൈൻ ടു ലൈൻ. പിന്നെ എക്സ്ട്രാ പോയിൻ്റ് സാർ പറയുന്നതൊക്കെ സ്റ്റിക്കി നോട്ടിൽ കുറിച്ചെടുത്ത് ആ ഒരു പേജിൽ തന്നെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അത് എനിക്ക് ഒരുപാട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ബയോളജിയിൽ കൂടുതലും എക്സ്ട്രാ പേപ്പേഴ്സ് യൂസ് ചെയ്ത് നോട്ട് എഴുതാത്തതാണ് എനിക്ക് കൂടുതലും പ്രിഫറബിൾ. ഞാൻ സ്റ്റിക്കി നോട്ട്സ് അല്ലെങ്കിൽ കുഞ്ഞ് പേപ്പർ കട്ടിങ്സ് ഉപയോഗിച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വയ്ക്കാറാണ് ചെയ്യാറ്. അപ്പോഴേക്കും 1 മണി 1:15 അടുപ്പിച്ചായിരുന്നു ടൈം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ ഹെയറിൽ റോസ്മേരി അപ്ലൈ ചെയ്യാറുണ്ട് കിടക്കാൻ നേരത്ത്. പിന്നെ എനിക്ക് മുഖത്ത് കുറച്ച് പിമ്പിൾസൊക്കെ ഉണ്ട്, അതിനോടുള്ള ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത്, മിക്സാണിത്. അത് ഞാൻ ലിപ്പിലും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനിയും ഇതുപോലുള്ള വീഡിയോസായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.